നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂമെൻറ്റ്സ് എന്നതിനെ കുറിച്ചിട്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ മൂമെൻറ്റ്സ് രണ്ട് തരത്തിലുള്ള മൂമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. റോ മൂമെൻറ്റ്സ് ആൻഡ് സെൻട്രൽ മൂമെൻറ്റ്സ് അല്ലേ. അപ്പോൾ റോ മൂമെൻറ്റ്സിനെ നമ്മൾ ആർത്ത് റോ മൂമെൻറ്റ്, ജനറലായിട്ട് ആർത്ത് റോ മൂമെൻറ്റ് എന്ന് പറയുന്നത് ആർത്ത് റോ മൂമെൻ്റ് ആണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആർത്ത് റോ മൂമെൻറ്റ് ഇസ് മ്യൂ ആർ ഡാഷ് ഓഫ് എ. ആർത്ത് റോ മൂമെൻറ്റ് അബൌട്ട് ആൻ ഒറിജിൻ എ is equal to 1 by n summation I is equal to 1 to n xi minus a whole raised to r ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഒറിജിൻ 0 ആണെങ്കിൽ, എ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് 0 ആണെങ്കിൽ നമ്മൾ ആർത്ത് റോ മൂമെൻറ്റ് മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 1 by n സമ്മേഷൻ I is equal to 1 to n xi raised to r എന്ന് കണ്ടു. അതേപോലെ സെൻട്രൽ മൂമെൻറ്റുകളാണ് നമ്മൾ അടുത്തത് നോക്കിയിട്ടുണ്ടായിരുന്നത്. സെൻട്രൽ മൂമെൻറ്റിന് ജനറലായിട്ട് ഞാൻ ആർത്ത് സെൻട്രൽ മൂമെൻറ്റ് മ്യൂ ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് 1 by n സമ്മേഷൻ I is equal to 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു ആർ. ഇങ്ങനെയാണ് നമ്മൾ റോ മൂമെൻറ്റ്സും സെൻട്രൽ മൂമെൻറ്റ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ പർട്ടിക്കുലർ കേസുകളായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. മ്യൂ 1 ഡാഷ് എന്ന് പറയുന്നത് മീനാണെന്നും, അതായത് ഫസ്റ്റ് റോ മൂമെൻറ്റ് അബൌട്ട് ദി ഒറിജിൻ 0 മീൻ എന്നും, ആൻഡ് സെക്കൻഡ് സെൻട്രൽ മൂമെൻറ്റ് മ്യൂ 2 ഇസ് ഈക്വൽ ടു വേരിയൻസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു റോ ഡാറ്റയിലാണ് അല്ലേ, എക്സൈകൾ മാത്രമുള്ള ഡാറ്റയിലാണ് ഇപ്പോൾ ഞാൻ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രീക്വൻസി ഡാറ്റകൾ വരികയാണ്. ഇപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുകൾ വരികയാണെങ്കിൽ, അതായത് ഡിസ്ക്രീറ്റ് ആയിക്കോട്ടെ കണ്ടിന്യൂസ് ആയിക്കോട്ടെ, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, ഒരേപോലത്തെ ഫോർമുലയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോർ എ ഫ്രീക്വൻസി ഡാറ്റ അവിടെ എഫ് ഐകൾ കൂടി ഉണ്ടാവും. ദെൻ ആർത്ത് റോ മൂമെൻറ്റ് മ്യൂ ആർ ഡാഷ് ഓഫ് എ ക്യാൻ ബി റിട്ടേൺ ആസ് 1 by ക്യാപിറ്റൽ എൻ. ഫ്രീക്വൻസികൾ വന്നാൽ ക്യാപിറ്റൽ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഫ്രീക്വൻസിയാണ്. സമ്മേഷൻ I is equal to 1 to n fi ഇൻറ്റു xi മൈനസ് എ ഹോൾ റേസ് ടു ആർ. ഇത് നമുക്ക് എഴുതാം. ഇഫ് ദ ഡാറ്റ ഈസ് ഫ്രീക്വൻസി ഡാറ്റ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ആർത്ത് റോ മൂമെൻറ്റ് അബൌട്ട് ദി ഒറിജിൻ 0 ക്യാൻ ബി റിട്ടേൺ ആസ് 1 by ക്യാപിറ്റൽ എൻ സമ്മേഷൻ I is equal to 1 to n fi ഇൻറ്റു xi റേസ് ടു ആർ. ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ റോ മൂമെൻറ്റുകളെ കണ്ടുപിടിക്കുന്നത്. ആർത്ത് റോ മൂമെൻറ്റ് കാണാനുള്ള ഫോർമുലയാണ് ഇത്. അതുമാതിരി സെൻട്രൽ മൂമെൻ്റ് ആണെങ്കിൽ ആർത്ത് സെൻട്രൽ മൂമെൻറ്റ് മ്യൂ ആർ ഇസ് ഈക്വൽ ടു 1 by ക്യാപിറ്റൽ എൻ സമ്മേഷൻ I is equal to 1 to n fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു ആർ. അതായത് ഇതിൻ്റെ കൂടെയൊക്കെ ഒരു fi മൾട്ടിപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം, സ്മോൾ എന്നിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എന്നുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി ഡാറ്റ വന്നു കഴിഞ്ഞാൽ നമ്മൾ റോ മൂമെൻറ്റ്സ് ആൻഡ് സെൻട്രൽ മൂമെൻറ്റ്സ് കാണാനുള്ള ഫോർമുല. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് റിലേഷനാണ്. റിലേഷൻ ബിറ്റ്വീൻ റോ മൂമെൻറ്റ്സ് ആൻഡ് സെൻട്രൽ മൂമെൻറ്റ്സ്. റിലേഷൻ ബിറ്റ്വീൻ റോ മൂമെൻറ്റ്സ് ആൻഡ് സെൻട്രൽ മൂമെൻറ്റ്സ്. റോ മൂമെൻറ്റ്സ് ആൻഡ് സെൻട്രൽ മൂമെൻറ്റ്സ്. അതായത് നമ്മളിവിടെ എങ്ങനെയാണ് ആർത്ത് സെൻട്രൽ മൂമെൻറ്റ് മ്യൂ ആറിനെ റോ മൂമെൻറ്റുകളുടെ ടേംസിൽ എഴുതുന്നത്. അത് ആർത്ത് റോ മൂമെൻറ്റ് ആൻഡ് ആറിനെക്കാട്ടും കുറഞ്ഞ പവേഴ്സിലുള്ള റോ മൂമെൻറ്റ്സിൻ്റെ ടേംസിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് ഈ റിലേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത് മ്യൂ ആർ ഇസ് ഈക്വൽ ടു ദ ആർത്ത് സെൻട്രൽ മൂമെൻറ്റ് മ്യൂ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡാഷ് മൈനസ് ആർ സി 1 മ്യൂ ആർ മൈനസ് 1 ഡാഷ് മ്യൂ 1 ഡാഷ് പ്ലസ് ആർ സി 2 മ്യൂ ആർ മൈനസ് 2 ഡാഷ് മ്യൂ 1 ഡാഷ് ദ ഹോൾ സ്ക്വയർ. അടുത്തത് മൈനസ് ആർ സി 3 മ്യൂ ആർ മൈനസ് 3 ഡാഷ് മ്യൂ 1 ഡാഷ് ഹോൾ ക്യൂബ് വരും. അങ്ങനെ ടേംസ് പോയിട്ട് ഏറ്റവും ലാസ്റ്റ് ടേം വരുന്നത് മൈനസ് 1 ഹോൾ റേസ് ടു ആർ മ്യൂ 1 ഡാഷ് ഹോൾ റേസ് ടു ആർ. ഇതാണ് ദ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ മൂമെൻറ്റ്സ് ആൻഡ് റോ മൂമെൻറ്റ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ പോകുന്ന ഒരു പാറ്റേണിലാണ് ഓരോ ടേമും പോകുന്നത്. നമ്മൾ മ്യൂ ആർ ഡാഷ് എന്ന് തുടങ്ങി, അടുത്തത് ആർ സി 1 മ്യൂ ആർ ഡാഷ് എന്നുള്ളത് മ്യൂ ആർ മൈനസ് 1 ഡാഷായി മ്യൂ 1 ഡാഷ്. അതുമാതിരി ആർ സി 2 മ്യൂ ആർ മൈനസ് 2 ഡാഷ് മ്യൂ 1 ഡാഷ് ദ സ്ക്വയർ. അതായത് മ്യൂ ആർ മൈനസ് 1 മ്യൂ ആർ മൈനസ് 2 ഡാഷ് അങ്ങനെ അത് കുറഞ്ഞുകൊണ്ട് പോകുമ്പോൾ മ്യൂ 1 ഡാഷിൻ്റെ പവറുകൾ കൂടി പോവുകയാണ്. ആൻഡ് മാക്സിമം മ്യൂ 1 ഡാഷ് ഹോൾ റേസ് ടു ആർ. ഇതാണ് റിലേഷൻ.
അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിലേഷനാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് വന്നാൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം അല്ലേ. വട്ട് ഈസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ? അപ്പോൾ നമ്മൾ പറയും എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയും. എ മൈനസ് ബി ഹോൾ റേസ് ടു 3 വന്നാൽ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? ഇറ്റ് ഈസ് എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇങ്ങനെ ഇതാക്കും. അന്നേരം ഇപ്പോൾ എ മൈനസ് ബി ഹോൾ റേസ് ടു 4 വന്നാലോ അതൊന്ന് എ റേസ് ടു 4 വരും. അടുത്തത് 4a ക്യൂബ് ബി വരും പ്ലസ് 6a സ്ക്വയർ ബി സ്ക്വയർ വരും മൈനസ് അഗെയിൻ 4a റേസ് ടു എ ബി ക്യൂബ് വരും പ്ലസ് ബി റേസ് ടു 4. ഈ പാറ്റേണിൽ ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഈ പാറ്റേണിൽ പോവുകയാണെങ്കിൽ നമ്മളിപ്പം ജനറലായിട്ട് എ മൈനസ് ബി ഹോൾ റേസ് ടു 6 ആണ് വന്നതെങ്കിൽ അതിനെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ എഴുതി കാണുന്നത് പ്രൂവ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു വലിയൊരു എക്സ്പ്രഷന്മാർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മളിത് പ്രൂവ് ചെയ്യാനുള്ള പ്രൂഫ് ഈ എക്സ്പാൻഷൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പ്രൂഫാണ്. അതായത് എ മൈനസ് ബി ഹോൾ റേസ് ടു ആർ എന്ന് വന്നാൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ റേസ് ടു ആർ മൈനസ് ഇപ്പോൾ RC1 ആണ് വരുന്നത്. ഇനി എയുടെ പവറുകൾ കുറഞ്ഞു കുറഞ്ഞു പോവുകയും ബിയുടെ പവറുകൾ കൂടിക്കൂടി പോവുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ RC1 എ ആർ മൈനസ് 1 ബി, അടുത്തത് പ്ലസ് RC2 എയുടെ പവർ ഒന്നും കൂടി കുറഞ്ഞു ആർ മൈനസ് 2 ബി സ്ക്വയർ, അടുത്തത് മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും വരുന്നുണ്ട് RC3 എ ആർ മൈനസ് 3 ബി ക്യൂബ്. അങ്ങനെ ടേംസ് പോയിട്ട് ലാസ്റ്റ് ടേം വിൽ ബി -1 ഹോൾ റേസ് ടു ആർ ബി റേസ് ടു ആർ. ഈ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ മൈനസ് ബി ഹോൾ റേസ് ടു ആറിൻ്റെ എക്സ്പാൻഷൻ ഇതാണെന്നൊന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെൻട്രൽ മൊമെൻറ്റിനെ റോ മൊമെൻറ്റ്സിൻ്റെ ടേംസിൽ എഴുതാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് എന്താണെന്ന് എഴുതാം. നമ്മൾ മ്യൂ ആർ, ആർത്ത് സെൻട്രൽ മൊമെൻറ്റ്. വാട്ട് ഈസ് ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് മ്യൂ ആർ? ഇറ്റ് ഈസ് 1/n സമ്മേഷൻ i is equal to 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു ആർ. ഇതാണ് നമ്മുടെ ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു xi മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു ആർ എന്ന് വന്നിട്ടില്ലേ. അപ്പോൾ നമുക്കറിയാം എ മൈനസ് ബി ഹോൾ റേസ് ടു ആർ വന്നാൽ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം എന്നറിയാം. അപ്പോൾ ഇവിടെ അതേപോലെ xi മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു ആറിനെയാണ് ഞാൻ ആദ്യം എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/n സമ്മേഷൻ i is equal to 1 to n. അത് ഞാൻ പുറത്ത് വയ്ക്കുകയാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് xi മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു ആറിനെ എ മൈനസ് ബി ഹോൾ റേസ് ടു ആർ എന്നുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ദിസ് ഇസ് ഫസ്റ്റ് ടേം ഈസ് എ റേസ് ടു ആർ. അപ്പോൾ xi റേസ് ടു ആർ മൈനസ് RC1 xi റേസ് ടു ആർ മൈനസ് 1 എക്സ് ബാർ പ്ലസ് RC2 xi റേസ് ടു ആർ മൈനസ് 2 എക്സ് ബാർ സ്ക്വയർ മൈനസ് RC3 xi റേസ് ടു ആർ മൈനസ് 3 എക്സ് ബാർ ക്യൂബ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം ഇസ് -1 റേസ് ടു ആർ എക്സ് ബാർ. ഇവിടെ ബിയുടെ സ്ഥാനത്ത് എക്സ് ബാർ ആണ് വന്നിരിക്കുന്നത്. എക്സ് ബാർ റേസ് ടു ആർ. ഇങ്ങനെയാണ് നമ്മൾ ആരെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്? xi മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു ആറിനെ എ മൈനസ് ബി ഹോൾ റേസ് ടു ആർ എന്നത് എക്സ്പാൻഡ് ചെയ്ത അതേ പാറ്റേണിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞുതരാം. നമ്മളെല്ലാം നമ്മൾ റോ മൊമെൻറ്റ്സിൻ്റെ ടേംസിലാണ് എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് ബാർ എന്ന് വന്നാൽ എക്സ് ബാറിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബാർ എങ്ങനെ? എക്സ് ബാർ പറഞ്ഞാൽ മീനാണ്. മീനിനെ റോ മൊമെൻറ്റ്സിൻ്റെ ടേംസിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? മീൻ എന്ന് പറയുന്നത് μ1 ആണ്. ഫസ്റ്റ് റോ മൊമെൻറ്റ് എബൌട്ട് ദി ഒറിജിൻ 0 ആണ് മീൻ. അപ്പം നമ്മൾ എക്സ് ബാർ എന്ന് കാണുന്നതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആരെ എഴുതാം? അവിടെ μ1 എഴുതുക എന്ന് ഓർമ്മിക്കണം. ഇനി അതിനുശേഷം നമ്മളിവിടെ ഓരോന്നിനും നമ്മൾ ബ്രാക്കറ്റ് മാറ്റിയിട്ട് 1/n സിഗ്മ എന്ന് പറയുന്നത് എല്ലാ ടേംസിനും കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഈസ് 1/n സിഗ്മ i is equal to 1 to n xi റേസ് ടു ആർ അല്ലേ മൈനസ് RC1 നമുക്ക് പുറത്തേക്ക് വയ്ക്കാം. RC1 സമ്മേഷൻ ഈ xi ഉള്ള ടേമിന് മാത്രം കൊടുത്താൽ പോരെ. സമ്മേഷൻ i is equal to 1 to n
1/n ഉണ്ട്. 1/n സമ്മേഷൻ i is equal to 1 to n ആർക്കാ കൊടുക്കുന്നത്? xi raised to r minus 1 ഇൻറ്റു എക്സ് ബാർ. അടുത്തത് rc2 ഇൻറ്റു 1/n സമ്മേഷൻ i is equal to 1 to n xi raised to r minus 2. ആ ടേമിനാണ് ഞാൻ 1/n സിഗ്മ കൊടുക്കേണ്ടത്, കാരണം അതിനാണ് xi ഉള്ളത്. പിന്നെ എക്സ് ബാർ സ്ക്വയർ അല്ലേ. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടേം ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, അതിൽ ഐ ഒന്നുമില്ല. അപ്പോൾ കോൺസ്റ്റൻറ്റിനാണ് ഞാൻ സമ്മേഷൻ കൊടുക്കാൻ പോകുന്നത്. സമ്മേഷൻ i is equal to 1 to n minus 1 whole raised to r x bar whole raised to r 1/n സമ്മേഷൻ എന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളിപ്പം എല്ലാത്തിനും 1/n സമ്മേഷൻ കൊടുത്തത്. ദിസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നോക്കൂ എന്താണ് 1/n സമ്മേഷൻ xi raised to r. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1/n സമ്മേഷൻ i is equal to 1 to n xi raised to r എന്ന് പറഞ്ഞാൽ അതെന്താണ്? ദറ്റ് ഈസ് അവർ മ്യൂ ആർ ഡാഷ് അല്ലേ. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഞാൻ എന്തെഴുതി? മ്യൂ ആർ ഡാഷ് എന്ന് എഴുതി. മൈനസ് അടുത്ത ടേം വരുമ്പം rc1 1/n സമ്മേഷൻ i is equal to 1 to n xi raised to r minus 1. അപ്പോൾ എന്തായിരിക്കും? 1/n സമ്മേഷൻ xi raised to r മ്യൂ ആർ ഡാഷ് ആണ്. അപ്പോൾ 1/n സമ്മേഷൻ xi raised to r minus 1 എന്തായിരിക്കും? അത് മ്യൂ ആർ മൈനസ് 1 ഡാഷ് ആയിരിക്കും. ആൻഡ് എഗെയിൻ എക്സ് ബാർ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ബാർ നമുക്ക് എങ്ങനെ എഴുതാം? മ്യൂ 1 ഡാഷ് എന്ന് എഴുതാം. പ്ലസ് rc2 1/n സമ്മേഷൻ i is equal to 1 to n xi raised to r minus 2 അല്ലേ. അതിന് എന്തെഴുതാം? ദറ്റ് ഈസ് മ്യൂ പവറിൽ r minus 2 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മ്യൂ r minus 2 ഡാഷ് ആൻഡ് എക്സ് ബാർ ഇസ് മ്യൂ 1 ഡാഷ്. അതിൻ്റെ എക്സ് ബാറിൻ്റെ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടേം വരുമ്പം ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ 1/n ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് n ടൈംസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? n ഇൻറ്റു ദാറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് -1 raised to r എക്സ് ബാർ. എക്സ് ബാറിന് ഞാൻ മ്യൂ 1 ഡാഷ് എന്ന് എഴുതുന്നു. മ്യൂ 1 ഡാഷ് raised to r എന്ന് എഴുതി. ഓർ this can be written as mu r can be written as mu r dash minus rc1 mu r minus 1 dash mu 1 dash plus rc2 mu r minus 2 dash mu 1 dash square plus etc. plus last term is -1. ഈ n ക്യാൻസൽ ചെയ്തു പോയി. -1 raised to r mu 1 dash whole raised to r. ഇതാണ് ദ റിലേഷൻ ബിറ്റ്വീൻ റോ മൂമെൻറ്റ്സ് ആൻഡ് സെൻട്രൽ മൂമെൻറ്റ്സ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിസൾട്ട് മാത്രം അറിഞ്ഞാൽ മതി. a - b ഹോൾ റേസ് ടു ആറിനെ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുകയെന്ന് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് അല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് 4 സെൻട്രൽ മൂമെൻറ്റ്സ് എന്താണ് എന്ന് നോക്കാം. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആറിന് 1 2 3 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഈ റിസൾട്ടുകൾ എന്തായാലും കാണാതെ അറിയണം. മ്യൂ 1 is equal to 0. അത് നമുക്കറിയാം. ഫസ്റ്റ് സെൻട്രൽ മൂവ്മെൻറ്റ് ഈസ് ഓൾവേസ് 0. ഇനി മ്യൂ 2 എന്ന് പറയുന്നത് സെക്കൻഡ് സെൻട്രൽ മൂവ്മെൻറ്റിന് ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ്. മ്യൂ 2 ക്യാൻ ബി റിട്ടൺ ആസ് മ്യൂ 2 ഡാഷ് മൈനസ് മ്യൂ 1 ഡാഷ് ദ ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടാൻ പോകുന്നത്. ആൻഡ് മ്യൂ 3 can be written as mu 3 dash minus 3 mu 2 dash mu 1 dash plus 2 into mu 1 dash the whole cube. Mu 4 is equal to mu 4 dash minus 4 mu 3 dash mu 1 dash plus 6 mu 2 dash mu 1 dash whole square minus 3 into mu 1 dash whole raised to 4. ഈ റിലേഷനുകൾ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം, കാരണം ഇത് പല സ്ഥലങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഫസ്റ്റ് 4 സെൻട്രൽ മൂവ്മെൻറ്റുകളെ എങ്ങനെയാണ് റോ മൂവ്മെൻറ്റ്സിൻ്റെ ടേംസിൽ എഴുതുക. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ആറിന് 1 2 3 4 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് എന്തായാലും കാണാതെ അറിഞ്ഞിരിക്കണം.